രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, നാണയങ്ങൾ, കറൻസികൾ, കൃഷി ഉപകരണങ്ങൾ, വിളക്കുകൾ, ആദ്യകാല ക്യാമറകൾ എന്നിങ്ങനെ ടൈപ്പ്റൈറ്റർ വരെ നീളുന്ന വിവിധയിനം സാമഗ്രികൾ പ്രദർശനത്തിൽ അണിനിരത്തിയിരുന്നു. പുതിയ തലമുറയ്ക്ക് അന്യമായ പല കാഴ്ചകളും വിദ്യാർത്ഥികൾ നേരിൽ കണ്ട് മനസ്സിലാക്കി. SSA ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല BRC, ട്രാവങ്കൂർ ഹെറിറ്റേജ് ക്ലബ്ബ് ഓമല്ലൂർ, കടപ്ര GUP സ്കൂൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. സമീപത്തെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രദർശനം കാണുവാൻ എത്തിയിരുന്നു. പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ച കടപ്ര UP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്നൊരുക്കിയ സ്റ്റാളും ശ്രദ്ധേയമായി. ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണുവാൻ കഴിഞ്ഞതിന്റെ ആശ്ചര്യം കുട്ടികൾ പങ്കുവച്ചു. ഇതുവരെ കാണാത്തതും ടീച്ചർമാർ പറഞ്ഞു കേട്ടതും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റി. പിന്നെ ചിത്രത്തിലൂടെ ഒക്കെ കണ്ടത് ഇവിടെ നേരിട്ട് കാണാൻ പറ്റി. ഓരോന്നിൻ്റെയും പേരൊക്കെ മനസ്സിലാക്കാൻ പറ്റി. എനിക്കിത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ശേഖരിക്കാൻ ഞാൻ ശ്രമിക്കും. എല്ലാം പറഞ്ഞു കേട്ടതിനേക്കാളും കണ്ട് കാണുമ്പം ഒരുപാട് മനസ്സിലായി. കൂടാതെ നമ്മളെ ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു ഫീലിംഗ് എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഈ പരിപാടി ഇത്ര വൻ വിജയമാകുമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്തിനാ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. പിന്നെ ഇത് കണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് കൂട്ടത്തെ ഒരു പരിപാടി കണ്ടത് എനിക്ക് സന്തോഷമുണ്ട്. പുരാവസ്തു പ്രദർശനത്തെക്കുറിച്ച് സ്കൂളിലെ പ്രധാനാധ്യാപകനായ രമേശ് കുമാർ പറയുന്നത് ഇങ്ങനെ: ഇത് കുട്ടികൾക്കുണ്ടാകുന്ന പഠന നേട്ടങ്ങളെ നമ്മുടെ സമൂഹത്തിനും നമ്മളുടെ രക്ഷകർത്താക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ആയിട്ട് ഇത് കണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു ദൗത്യമായിട്ടാണിത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച പരിപാടി ജില്ലയിൽ കൂടുതൽ സ്കൂളുകളിൽ ഇത്തരത്തിൽ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.